യദീഹ്യഹം നവർത്തന്തേ ജാതു കർമ്മണി അതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 23-ാമത്തെ ശ്ലോകമാണിത്. എന്തെന്നാൽ അല്ലയോ പാർത്ഥ, ഞാൻ മടികൂടാതെ കർമ്മത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഏത് വിധേനയും ജനങ്ങൾ എന്റെ പാത പിന്തുടരുക തന്നെ ചെയ്യും. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഭഗവാൻ എന്തിന് കർമ്മം ചെയ്യണം, കർമ്മം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. സാധാരണ ജനങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സദാചാര മൂല്യങ്ങളിലുമെല്ലാം തങ്ങളുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രശസ്തരെ അതുമല്ലെങ്കിൽ ആരാധ്യ പുരുഷന്മാരെ പിന്തുടരുന്ന ഒരു പതിവ്, അനുകരിക്കുന്ന ഒരു ശീലം എല്ലാ കാലത്തും മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് ഭഗവാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ജനങ്ങൾ പ്രവൃത്തികളിൽ ഒന്നും ഏർപ്പെടാതെ ആലസ്യത്തിൽ ആണ്ടുപോകും. പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ കർമ്മം കൊണ്ടാണ്. പരമാത്മാവ് അഥവാ സാക്ഷാത്കാരം സിദ്ധിച്ച ജീവൻ മുക്തനായ ഗുരു എന്ന നിലയിലാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. ജഗത്തിന് ആധാരമായ ചൈതന്യം തന്നെയാണ് താനെന്ന് ഒരു സിദ്ധ പുരുഷന് നന്നായിട്ടറിയാം. സ്വയം നിഷ്ക്രിയമാണെങ്കിലും ആത്മചൈതന്യം അധിഷ്ഠാനം എന്ന നിലയിൽ വർത്തിക്കുന്നു. അല്ലാത്ത പക്ഷം ഈ നാനാത്വ പ്രപഞ്ചത്തിന് നിലനിൽക്കാനേ സാധിക്കില്ല. ആ നാനാത്വ പ്രപഞ്ചത്തിന് നിലനിൽപ്പ് തന്നെയില്ല. അതുപോലെ ഭഗവാൻ അഥവാ ആത്മജ്ഞാനികൾ ലോകസേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരുന്നാൽ ജനങ്ങളുടെ സാംസ്കാരിക ജീവിതം വഴിമുട്ടി താറുമാറായി പോകും.